ഗുഡ് ഈവനിങ്. പുതിയതായിട്ട് വന്ന ഗസ്റ്റും എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, 8:10 നമുക്ക് നമ്മുടെ ഇന്നത്തെ സൺഡേ സൂം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ പ്രിൻസ്, മംഗലാപുരം. ഈ നമ്മുടെ ബയോമാഗ്നറ്റിക്സ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞ 2.5 വർഷമായിട്ട് വളരെ ആത്മാർത്ഥതയോടെ കേരള, അതേപോലെ കർണാടക, തമിഴ്നാട്, ആന്ധ്ര എന്നീ 4-5 സ്റ്റേറ്റുകളിൽ മാക്സിമം ജനങ്ങളിലേക്ക് ബയോമാഗ്നറ്റിക്സ് എത്തിക്കുകയും അതിലൂടെ സാമ്പത്തികത്തിനപ്പുറത്ത് ഉപയോഗിച്ച ജനങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിൽ വളരെ സന്തോഷവാനായിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മംഗലാപുരത്ത് നിന്ന് പ്രിൻസ്. എന്നെ പലർക്കും അറിയാം. പുതിയതായിട്ട് ഇന്നത്തെ ഈ സൺഡേ സൂമിൽ വന്ന ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് എന്നെ പരിചയമില്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും എന്നെ പരിചയമുണ്ട്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെക്ഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ RK പെരിന്തൽമണ്ണ സാറാണ്. അദ്ദേഹത്തെ പറ്റി കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ആരോഗ്യം എന്താണ് എന്നുള്ള കാര്യത്തെ പറ്റി യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ 24x7 24x7 എന്നുള്ള കണക്കിൽ കേരളം മൊത്തക്കും, അതേപോലെ സൂമിലൂടെയും ഓരോ വ്യക്തികളും ആരോഗ്യത്തോടെ ജീവിക്കണം, ആരോഗ്യത്തോടെ ജീവിച്ച് അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ആരോഗ്യം സംരക്ഷിക്കണമെന്നുള്ള കൃത്യമായ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കൃത്യമായിട്ട് കൊടുക്കുന്ന ക്ലാസ്സുകളാണ് അദ്ദേഹത്തിന്. എനിക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റിയത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിയിലും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിലും വലിയ രീതിക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് സാധിച്ചു. അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 12 വർഷമായിട്ട് ഫാർമാസ്യൂട്ടിക്കലിലും ഏകദേശം 15 വർഷത്തിൽ മേലെ ആയിട്ട് ന്യൂട്രാസ്യൂട്ടിക്കലും, നമ്മൾ ഇത്രയും നാളും ന്യൂട്രാസ്യൂട്ടിക്കലിനെ പറ്റി വലിയൊരു ഗ്രാഹ്യമില്ലാത്ത ഒരാളായിരുന്നു. RK സാറുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ, ന്യൂട്രീഷന്റെ അഭാവത്താൽ നമുക്ക് വരുന്ന കുറെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കുറെ അസുഖങ്ങൾ എന്താണെന്നും അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നും വളരെ ഏതൊരു കുഞ്ഞു കൊച്ചിനും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഞായറാഴ്ചയും അതല്ലാതെ ഫിസിക്കലും നമുക്ക് ഒത്തിരി ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുന്ന RK സാറിനെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിക്സ് പ്രൊഡക്റ്റും അതോടനുബന്ധിച്ച് നമ്മുടെ സ്റ്റെം സെൽ, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു 2 പ്രൊഡക്റ്റുകളാണ് ബയോമാഗ്നറ്റിക്സ് പ്രൊഡക്റ്റും അതോടനുബന്ധിച്ച് സ്റ്റെം സെല്ലും. ഈ ഒരു 2 പ്രൊഡക്റ്റിനെ പറ്റി നമുക്കിനി ഒരു 3/4 മണിക്കൂർ നേരത്തേക്ക് വളരെ വിശദമായിട്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും ബുക്കും പെന്നും കയ്യിൽ കരുതേണ്ട ആവശ്യമുണ്ട്. അതേപോലെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പം വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു ബുക്കും പെന്നും കയ്യിൽ കരുതി ഇന്നത്തെ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് കാത്തിരിക്കുക. അപ്പൊ ഞാൻ നമ്മുടെ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ RK പെരിന്തൽമണ്ണ സാർ, രാധാകൃഷ്ണൻ പെരിന്തൽമണ്ണ സാറിന് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു. വെൽക്കം ടു RK പെരിന്തൽമണ്ണ. ഓക്കെ, താങ്ക് യു പ്രിൻസ് സാർ. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആയിരുന്നു പ്രിൻസ് സാറിന്റെ. വ്യക്തിപരമായിട്ട് പ്രിൻസ് സാറിനെ പരിചയപ്പെടുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും, വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രിൻസ് സാറ്. എല്ലാവരോടും നല്ല പെരുമാറ്റവും നമുക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അദ്ദേഹം എന്താണ് നമ്മൾ ഇന്നത്തെ ഈ സൂമിന്റെ, നാഗരാജ് സാറേ ഗുഡ് ഈവനിങ്. ഓക്കെ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ കമ്പനിയുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്ന കമ്പനിയുടെ പാർട്ണറായിട്ടുള്ള വ്യക്തിയാണ് നാഗരാജ് സാറ്. അദ്ദേഹം നമ്മുടെ സൺഡേ സൂമിലൊക്കെ കയറാറുണ്ട്, എല്ലാം വിലയിരുത്താറുണ്ട്. വളരെ സന്തോഷം അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇതിലുള്ളതില്. നമ്മളെല്ലാ ഞായറാഴ്ചയും മണിരായ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള
കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരു 1 hour സെഷൻ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിനെ MR മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മണിരായ മാർക്കറ്റിംഗ് കമ്പനി എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. ഓരോ ആഴ്ചയിലും നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രോഡക്റ്റുകൾ കൂടാതെ സ്റ്റെം സെൽ എന്താണ്, സ്റ്റെം സെൽ പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ക്ലാസ് ഇവിടെ ഉണ്ടായിരിക്കും. എന്നെ പരിചയപ്പെടുത്തി പ്രിൻസ് സാറ്, പേര് രാധാകൃഷ്ണൻ, ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് സ്വദേശം. 10 വർഷക്കാലം ഫാർമ ഫീൽഡിലായിരുന്നു. 14 വർഷമായിട്ട് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലാണ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് കമ്പോളത്തിലുണ്ട്, മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ബയോമാഗ്നറ്റിസം, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ എന്താണ്, അതിന്റെ അനിവാര്യത, അതിന്റെ ആവശ്യകത എല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രായോഗികത്തിൽ കൊണ്ടുവരാനും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിന്റെ ആശയം എത്തിച്ചു കൊടുക്കാനും 10,000-കണക്കിന് ആളുകളിലേക്ക് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ചാരിതാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇവിടെ ആ ഒരു ശ്രേണിയിലെ ഏറ്റവും മികച്ച ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ നിർമ്മിച്ച് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. MR മാർക്കറ്റിംഗ് എന്ന് ഷോർട്ടിൽ പറയുന്ന മണിരായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനി. ആ കമ്പനിയുടെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ്. അപ്പൊ അത് എന്താണ്, അതിന്റെ ശാസ്ത്രീയത എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഈ ഒരു ഉൽപ്പന്നത്തിന് എത്രത്തോളം ആവശ്യകതയുണ്ട്, ഇതിനൊക്കെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് ഇവിടെ നമ്മൾ ഈ കമ്പനി എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്, ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആസ്പദമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സ്വന്തം ആരോഗ്യമാണ്. ആരോഗ്യമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും ഉപോത്ഭകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ ഒരുപാട് കാര്യങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സയൻസിലൊക്കെ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ടെക്നോളജി അതിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം, മെഡിക്കൽ ടെക്നോളജി ഇതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ആളുകളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു, പുതിയ പുതിയ ക്രോണിക് ഡിസീസുകൾ കണ്ടുപിടിക്കപ്പെടുന്നു അല്ലെങ്കിൽ തിരിച്ചറിയുന്നു. പണ്ടെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു ഭാഗത്ത് മരുന്നുകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും മരുന്നുകൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം ആരോഗ്യ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാൻ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. കാര്യം, ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നഷ്ടപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എന്നാൽ തിരിച്ചെടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇവിടെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുകയും അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കാനും അതിൽ നിന്ന് മോചനം കിട്ടാനും സ്വാസ്ഥ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനും സാധ്യമാകും എന്നുള്ള ഒരു വലിയ സിദ്ധാന്തമാണ് വെൽനെസ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. വെൽനെസ് എന്ന് പറയുന്ന ഒരു ആശയമാണ്, അതൊരു വേ ഓഫ് ലൈഫാണ്, ഒരു ജീവിത രീതിയാണ്, ജീവിതചര്യയാണ്.
നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് എടുക്കുന്ന എല്ലാ മുൻകരുതലുകളെയും നമുക്ക് വെൽനസിന്റെ പാർട്ടാക്കാം. ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ത്യജിക്കുന്നുവോ സാക്രിഫൈസ് ചെയ്യുന്നുവോ അതെല്ലാം വെൽനസിന്റെ ഭാഗമായിട്ട് കൂട്ടാം. അപ്പൊ വെൽനസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പോയി നിൽക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതചര്യയുമായി ബന്ധപ്പെട്ട് ജീവിത രീതിയുമായി ബന്ധപ്പെട്ടിട്ട് ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് വെൽനസിന്റെ പാർട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. 1970-കൾക്ക് ശേഷം ലോകം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് വെൽനസ് എന്ന് പറയുന്ന ആശയം. സൗഖ്യ സിദ്ധാന്തം ഇന്ന് ലോകത്തിൽ വളരെ പ്രചാരം നേടിയിട്ടുള്ള ഒരാശയമാണ്. അപ്പൊ അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? 120 വയസ്സ് വരെ ജീവിക്കേണ്ട മനുഷ്യൻ, പ്രകൃതി കൊടുത്ത മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 120 ആണ്, 120 ആണ്. എന്നാൽ അതുവരെ ജീവിക്കേണ്ട മനുഷ്യൻ ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ പകുതിയിലേക്ക് വന്നു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് സംജാതമായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നമ്മുടെ ആധുനിക മനുഷ്യനിലേക്കുള്ള പരിവർത്തനം നടക്കപ്പെടുന്നത് അവിടെ നിന്നാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ആ കാര്യം. ഹോമോസാപ്പിയൻസ്, പിന്നെ നിയാണ്ടർത്താലുകളായിട്ടും റൊഡൻഷ്യലായിട്ടും അത് രണ്ടായി പിരിയുകയും നിയാണ്ടർത്താലുകളിലൂടെ പിന്നെ അത് ഒരു വലിയ വിഭാഗം അന്നത്തെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യന്റെ പരിണാമങ്ങളിലൂടെ വലിയ വലിയ മാറ്റങ്ങളിലൂടെ ലക്ഷോപലക്ഷം വർഷങ്ങൾ കടന്നുപോയി. ജനറേഷൻ ടു ജനറേഷൻ കടന്നുപോയി. ഇനിയും ഒരുപാട് ജനറേഷൻ ലക്ഷോപലക്ഷം വർഷങ്ങൾ ഇവിടെ ഭൂമിയിൽ ജീവിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും ധാരണയില്ലായ്മ കൊണ്ടും കൊള്ളരുതായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ആരോഗ്യം പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ വെൽനസ് സിദ്ധാന്തം ലോകത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും ഇത് അംഗീകരിക്കുമെന്നോ എല്ലാ ആളുകളും ഇത് ഉൾക്കൊള്ളുമെന്നോ എല്ലാ ആളുകളും ഇത് സ്വീകരിക്കുമെന്നോ എന്നുള്ള ചിന്തയൊന്നും നമുക്ക് കഴിയില്ല. എല്ലാവരും അത് ഉൾക്കൊള്ളില്ല എന്നുള്ള ഒരു വാസ്തവം തന്നെയാണ്. എന്നാൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് ഇതുപോലുള്ള ആശയങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് ഈ വെൽനസ് എന്ന് പറയുന്ന ആശയത്തിന് ലോകത്തിൽ കിട്ടിയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം. ലോകത്തിൽ പ്രബലമായ 2 ഇൻഡസ്ട്രികളുണ്ട്. അത് ഒന്ന് ഇൽനെസ് ഇൻഡസ്ട്രിയാണ്, അതിനെ നമുക്ക് സിക്നെസ് ഇൻഡസ്ട്രി എന്ന് പറയാം. മറ്റൊന്ന് വെൽനസ് ഇൻഡസ്ട്രിയാണ്. രണ്ടും വ്യവസായത്തിന്റെ ഭാഗങ്ങളാണ്. ഇൽനെസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് രോഗം വന്നതിന് ശേഷം, അസുഖം വന്നതിന് ശേഷം, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശേഷം എടുക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇൽനെസ് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ മാറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ, മരുന്ന്, ചികിത്സ, ആശുപത്രി, അല്ലെങ്കിൽ സ്കാനിങ്, ലാബോറട്ടറി ടെസ്റ്റ്, അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങുന്ന ഒരു രോഗം വന്നതിന് ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം ഇൽനെസ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ സിക്നെസ് ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. എന്നാൽ വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, വെൽനസിന്റെ ആശയം എന്ന് പറയുന്നത് രോഗം വരാതെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിയുടെ ഭാഗമാണ്. അതൊരു വലിയ തിങ്കിങ് പാറ്റേൺ ആണ്, അതൊരു വലിയ ബുദ്ധിയാണ്, അതൊരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ്. അപ്പോ ആരോഗ്യത്തോടുകൂടി എങ്ങനെ ജീവിക്കാൻ കഴിയും, ആരോഗ്യം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്നൊക്കെ വെൽനസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും ഒരു ഇൻഡസ്ട്രിയാണ്. അങ്ങനെ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഇന്ന് ഒരുപാട് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ശക്തമായി പ്രവർത്തന പന്ഥാവിലേക്ക് വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് മണിരായ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി. ഇന്ന് പല ആളുകൾക്ക് ഈ ഒരു പേര് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളായിരിക്കും, മണിരായ എന്ന് പറയുന്നത്. നമ്മൾക്ക് അതിന് ഷോർട്ടിൽ MR എന്ന് പറയാം, മണിരായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനി നമുക്കൊരു പ്രകൃതിദത്തമായ വഴിയിലൂടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്ന ഉദാത്തമായ ഒരു ചിന്ത നമുക്ക് സമ്മാനിക്കുന്നു. പ്രകൃതിദത്തമായ വഴിയിലൂടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, സിദ്ധാന്തങ്ങൾ അത് നമ്മളെ പഠിപ്പിക്കുന്നു. അത് നമ്മുടെ മാനവ സമൂഹത്തിന്, മാനവരാശിക്ക് ഗുണകരമായ രൂപത്തിൽ അതിനെ വർത്തിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ക്രമങ്ങളും, അതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും
അതിനു വേണ്ടുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ കമ്പനി ഒരുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആത്മാഭിമാനത്തോടു കൂടിയിട്ട് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ കഴിയും. കഴിഞ്ഞ 3 വർഷമായിട്ട് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ച് വളരെ ആഴത്തിലുള്ള പഠനം, അതിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ഉൽപ്പന്നം ഉപയോഗിച്ച് കിട്ടിയിട്ടുള്ള അനവധിയായിട്ടുള്ള റിസൾട്ടുകൾ, ഒരുപാട് ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്തതിലൂടെ അവർക്കുണ്ടായിട്ടുള്ള ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഈ ഉൽപ്പന്നത്തിന്റെ ഇനിയുമുള്ള വലിയൊരു വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നുള്ളതാണ്. എന്താണ് മണിരായ? മണിരായ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളും ബയോമാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളും അഗ്രികൾച്ചറൽ മേഖലയിൽ ഉപയോഗിക്കേണ്ടതായ പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ വെൽനസ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ് പ്രോഡക്റ്റുകളും ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് പ്രോഡക്റ്റുകളും ഒക്കെ തന്നെ, അതുപോലെ കോസ്മെറ്റിക്സ് പ്രോഡക്റ്റുകളും പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളും ഒക്കെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിപുലമായ ഉൽപ്പന്നങ്ങളുടെ ഒരു ശേഖരമുള്ള കമ്പനിയാണ് മണിരായ എന്ന് പറയുന്നത്. 2024 മെയ് മാസം 1-ാം തീയതി ഈ കമ്പനി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇതിന്റെ ആശയം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 10,000-കണക്കിന് ആളുകൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മാനവ സമൂഹത്തിലെ ആരോഗ്യകരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് വലിയ സാക്ഷ്യം കൊടുത്തുകൊണ്ട്, അതിനു വേണ്ടുന്ന ഒരു വലിയ മൂവ്മെന്റ് കൊടുത്തുകൊണ്ട് മണിരായ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് നമ്മുടെ കേരളത്തിലും കഴിഞ്ഞ ഒരു മാസമായിട്ട് സജീവമായ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. കമ്പനി ഒരു വർഷക്കാലത്തെ ഒരു പ്രവർത്തന മികവിൽ പോകുന്ന സമയത്ത് ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഈ ലോകത്തിലെ തന്നെ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 3 ഇൻഡസ്ട്രികളിൽ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ ആ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ ഏറ്റവും നൂതനമായിട്ടുള്ള പരിഷ്കാരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപഭോക്താവിന് തന്നെ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അതിലൂടെ മെച്ചപ്പെട്ടിട്ടുള്ള സേവനങ്ങളും മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങളും കൊടുത്ത് മാനവ സമൂഹത്തിലെ ഇന്നത്തെ കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും മൂലകാരണമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലത്തിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കൊടുത്തുകൊണ്ട് ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടും സന്തുഷ്ടിയോടും കൂടി ജീവിക്കേണ്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാനവ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം അഭേദ്യമായ ബന്ധവും ഒരുപാട് ഗുണങ്ങളുമുള്ള ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മുടെ കമ്പനി നേടിയത് 5 കോടിയുടെ ടേൺ ഓവറാണ്. ഈ 5 കോടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ഇതിന്റെ ഓർഗനൈസേഷനുമായി ഇതിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് ആ 5 കോടിയുടെ 2.5 കോടി രൂപയും പേ ഔട്ട് കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ച കമ്പനിയാണ് മണിരായ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ ഇന്നത്തെ ഒരു കച്ചവടത്തിന്റെ, ഇന്നത്തെ മാർക്കറ്റിന്റെ അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കോടാനുകോടിയുടെ മാർക്കറ്റാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിവുള്ള, പ്രാപ്തിയുള്ള, വിദ്യാഭ്യാസമുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇത് സമൂഹത്തിനെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതിലൂടെ എത്രയോ കോടികളുടെ ബിസിനസ്സാണ് ഇത് വരാൻ പോകുന്നത്. കേരളത്തിൽ തന്നെ നമുക്ക് അധികം വൈകാതെ 50 കോടിയുടെയും 100 കോടിയുടെയും 200 കോടിയുടെ ഒക്കെ ബിസിനസ്സിലേക്ക് ഈ ഒരു മേഖല പോകാൻ പോവുകയാണ്. ഉറപ്പായിട്ടും അതിന് കഴിവുള്ള ഒരു പറ്റം ലീഡേഴ്സ് ഇന്ന് മണിരായ മാർക്കറ്റിങ്ങിന് വേണ്ടി കേരള മാർക്കറ്റിൽ അണിനിരന്നു കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമുണ്ട്. അപ്പോ വരും കാലങ്ങളിൽ റിവല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന, വരും കാലങ്ങളിൽ നമ്മുടെ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോകുന്ന, ആവേശപൂർവം ഒരു സമൂഹം മുഴുവൻ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ കമ്പനി 175-ൽ പരം ആളുകളെ ലാഖ്പതീസ് ആക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു മാസമേ ആയിട്ടുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് തന്നെ 20-ലധികം ആളുകൾ ലാഖ്പതീസ് ആയി കഴിഞ്ഞു. ഒരു 50,000-ൽ മുകളിലൊക്കെ കമ്മീഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ 50-ലധികം ആയി കഴിഞ്ഞു. അതിന്റെ കാരണം ഈ ഒരു ഉൽപ്പന്നത്തിന്റെ സവിശേഷത, ഇതിന്റെ ആവശ്യകത, ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിലുള്ള ഇതിന്റെ
ഇങ്ങനെ കാര്യങ്ങളുടെ ഒരു ഏകോപനം കൊണ്ടാണ് ഇതുപോലെ ഒരു വളർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട അവാർഡുകൾ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിലൊന്ന് 2024 ആയുർവേദിക് സ്റ്റാർട്ട് അപ്പ് ഓഫ് 2024 എന്ന് പറയുന്ന നെറ്റ്വർക്ക് എക്സ്പ്രസ് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അവാർഡാണ്. അതുപോലെ തന്നെ 2024 കോർപ്പറേറ്റ് ബിസിനസ് സെക്ടറിന് കൊടുക്കുന്ന ചേഞ്ച് മേക്കർ ഇൻ കോർപ്പറേറ്റ് ബിസിനസ് അവാർഡ് നമ്മുടെ കമ്പനിക്ക്, നമ്മുടെ MD-ക്ക് കിട്ടുണ്ടായി. കമ്പനി 100% ലീഗലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിവുള്ള, പ്രാപ്തിയുള്ള, പ്രാപ്തനായിട്ടുള്ള, എക്സ്പീരിയൻസ് ഉള്ള, വലിയ ലക്ഷ്യബോധമുള്ള, കാഴ്ചപ്പാടുള്ള, എല്ലാം കൊണ്ടും നമുക്ക് അഭിമാനത്തോടു കൂടിയിട്ട് പറയാൻ കഴിയുന്ന ഒരു ഓൾറെഡി അദ്ദേഹം ഒരു IT മേഖലയിലെ വിദഗ്ധനാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 8 വർഷത്തിലധികമായിട്ട് ഡയറക്റ്റ് സെല്ലിങ്ങിൽ വളരെ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ എല്ലാ തലങ്ങളും മനസ്സിലാക്കുകയും അതിന്റെ പോരായ്മകളെ കുറിച്ച് പഠിക്കുകയും അതിന്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്ത് ഏറ്റവും സൂക്ഷ്മമായി ഒരു പുതിയ റെവല്യൂഷന് വേണ്ടിയിട്ട് ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ചിട്ടില്ലാത്ത ഒരു മാർക്കറ്റിംഗ് പ്ലാൻ കൊണ്ടുവന്ന് ചരിത്രത്തിൽ ഇടം നേടിയ വ്യക്തിയാണ് നിതിൻ മഞ്ചപ്പ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ IT സെക്ടർ എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അതിന്റെ ഒരു യുഗത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു അതിപ്രസരത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മേഖലയിൽ പ്രാവീണ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ IT മേഖലയിൽ കൃത്യമായ പ്രാവീണ്യമുള്ള, പരിചയമുള്ള, കഴിവുള്ള, അതിലെ പാണ്ഡിത്യം തെളിയിച്ച വ്യക്തിയാണ് നിതിൻ മഞ്ചപ്പ. സെയിം അദ്ദേഹത്തിന് അത് നമുക്ക് തരുന്നത് അദ്ദേഹത്തിന്റെ വലിയ കാഴ്ചപ്പാടുകൾ. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന്റെ സൂം ഉണ്ടായിരുന്നു, കഴിഞ്ഞ സൺഡേ അദ്ദേഹത്തിന്റെ സൂം ഉണ്ടായിരുന്നു. ആ സൂമിൽ കേട്ടകൾക്കൊക്കെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയാണ് ഈ കമ്പനിയെ കൊണ്ടുപോകുന്നത്, അത് എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്, എല്ലാം വളരെ വ്യക്തമായി, വളരെ സുസജ്ജമായിട്ടുള്ള സന്നാഹത്തോടു കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റിനെ സമീപിച്ചിട്ടുള്ള വ്യക്തിയാണ് നിതിൻ മഞ്ചപ്പ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണ്. ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നമ്മൾ എന്താണോ എയിം ചെയ്തിട്ടുള്ളത്, അങ്ങനെ എയിം ചെയ്തിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അധികം വൈകാതെ തന്നെ ഓരോ ആളുകളും എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നു. അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവാർഡിന്റെ പിക്കാണ് ഈ കാണുന്നത്. മണിരായ ബാംഗ്ലൂരാണ് കമ്പനിയുടെ ഹെഡ് ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കൃത്യമായ മിഷനും വിഷനും എല്ലാം തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ലീഗലായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കേഷനുകളും നമ്മുടെ കമ്പനി നേടിയെടുത്തു കഴിഞ്ഞു. GSTയുടെ സർട്ടിഫിക്കറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ടാൻ, അതുപോലെ തന്നെ MSME ഉദ്യം, ഫോം 4, FSSAയുടെ ലൈസൻസ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ രജിസ്ട്രേഷൻ, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ ആൻഡ് ഇൻഡസ്ട്രിയുടെ പിന്നെ സർട്ടിഫിക്കറ്റ്, കോഷർ സർട്ടിഫിക്കറ്റ്, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ്, HACCP എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ ISO ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് കിട്ടിയിട്ടുള്ള ISO, അതുപോലെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് കിട്ടിയിട്ടുള്ള ISO, VDSVS സർട്ടിഫിക്കറ്റ്, MOM മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഇങ്ങനെ ഇന്ന് ഒരു ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ എന്തെല്ലാം നിയമപരമായ സർട്ടിഫിക്കേഷനുകൾ വേണോ അതെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. കമ്പനിയുടെ ഒരു അതർ ഡയറക്ടർ മിസ്സസ് അർഷിത, അദ്ദേഹം അവരൊരു വേറെ ഡയറക്ടർ കൂടിയാണ് നമ്മുടെ കമ്പനിയുടെ. നമ്മള് നാച്ചുറൽ പ്രോഡക്റ്റുകൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ട്, വളരെ മനോഹരമായിട്ടുള്ള, സുഖസുന്ദരമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുണ്ട്, ന്യൂട്രാസ്യൂട്ടിക്കൽ ഉണ്ട്, വെൽനസ് ബൂസ്റ്റർ ഉണ്ട്, ഹോം എസെൻഷ്യൽസ് ഉണ്ട്, സ്കിൻ ആൻഡ് കെയർ, പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകൾ. ഇങ്ങനെ വലിയ ഉൽപ്പന്നങ്ങളുടെ വിപുലമായിട്ടുള്ള സമ്മേളനമാണ് മണിരായ എന്ന് പറയുന്ന കമ്പനി നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റിയിലെ ഏറ്റവും മഹത്വപൂർവമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ബയോമാഗ്നറ്റിസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബയോമാഗ്നറ്റിസം ഒരു പക്ഷേ ഇതുപോലുള്ള ടെക്നിക്കൽ വേർഡ്സുകളൊക്കെ ഇതിൽ ആദ്യമായിട്ട് കയറുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ വളരെ
അതിനെ മനസ്സിലാവുന്ന രൂപത്തിൽ പരമാവധി അതിനെ മലയാളീകരിക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്താം. ബയോമാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ നൈസർഗികമായ ജൈവ കാന്തിക സ്വഭാവമാണ്, ഒരു പ്രതിഭാസമാണ്. നമുക്കറിയാൻ പറ്റും, നമ്മള് ഭൂമിയിൽ ജീവിക്കുന്നു, ഭൂമിയിൽ മാത്രമേ ജീവൻ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. എന്തുകൊണ്ട് ഭൂമിയിൽ ജീവൻ എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് ജീവനെ നിലനിർത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഘടകം ഈ ഭൂമിക്ക് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഭൂമിയിൽ മാത്രം ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉപോത്ഭകമായിട്ട് അതിന് ഗുണപ്രദമായ രൂപത്തിൽ വേറെയും ഘടകങ്ങളുണ്ട്. ഇതെല്ലാം പാടെ കൂടിച്ചേരുമ്പോഴാണ് ജീവൻ ഇവിടെ നിലനിൽക്കുന്നത്. ജീവനെ നിലനിർത്താൻ പര്യാപ്തമാക്കിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, അത് പഞ്ചതത്വത്തിൽ അധിഷ്ഠിതമാണ്, പഞ്ചഭൂതാത്മകമാണ്. ഇതിനെയാണ് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് നമ്മൾ പറയുന്ന പഞ്ചഭൂത സിദ്ധാന്തം എന്ന് നമ്മളൊക്കെ പണ്ട് കാലം മുതലേ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, വെള്ളം, സൂര്യപ്രകാശം, ഭക്ഷണം, ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി, ഈ 5 എലിമെന്റ്സ് ആണ് ഇന്ന് ജീവന്റെ രഹസ്യം. എന്താണ് ജീവന്റെ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഈ 5 എലിമെന്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ ഏത് കുറഞ്ഞാലും നമ്മുടെ ജീവനെ അത് ബാധിക്കുന്നു. ഓക്സിജൻ കുറഞ്ഞാൽ ബാധിക്കുന്നു, വെള്ളം കുറഞ്ഞാൽ ബാധിക്കുന്നു, ന്യൂട്രീഷൻ കുറഞ്ഞാൽ ബാധിക്കുന്നു, സൂര്യപ്രകാശം കുറഞ്ഞാൽ ബാധിക്കുന്നു, ഭൂമിയുടെ മാഗ്നറ്റിക് പവർ കുറഞ്ഞാലും ബാധിക്കുന്നു. ഭൂമിക്ക് മാഗ്നറ്റിക് പവർ ഉണ്ട്, പക്ഷെ ഇന്ന് നമുക്കത് നേരിട്ട് കിട്ടുന്നതിൽ ഒരുപാട് പോരായ്മകൾ വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഭൂമിക്ക് ആ മാഗ്നറ്റിക് പവർ കൊടുക്കുന്നത് ഭൂമിയുടെ ഉള്ളിൽ ഉള്ള, നമുക്കറിയാൻ പറ്റും ഭൂമിയുടെ ഉള്ളിൽ അതിശക്തമായ ചൂടാണ്. 6000 ഡിഗ്രി സെൽഷ്യസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അയണിക്കൽ സി അതിനകത്തുണ്ട്. ആ അവിടെ നിന്നുണ്ടാകുന്ന ഫ്രിക്ഷനാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ മാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഘടകമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഹ്യൂമൻ ബോഡിയിൽ ഈ ഭൂമിയുടെ മാഗ്നറ്റിക് പവർ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം കുറെ കാലങ്ങളായിട്ട് ഉള്ളൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അത് സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾക്ക് കാണാൻ കഴിയാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള എനർജി പോയിന്റ്സുകൾ, എനർജി അല്ലെങ്കിൽ ഊർജ തന്തുക്കൾ നമ്മുടെ ജീവനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്സിജൻ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഓക്സിജൻ നമുക്ക് ജീവൻ തരുന്നുണ്ട്. പ്രാണൻ എന്നുള്ളതാണ് നമ്മൾ ഓക്സിജനെ കുറിച്ച് പറയാറുള്ളത്, പ്രാണവായു എന്ന് പറയുന്നത്. അപ്പൊ പ്രാണനെ തരുന്നു. അപ്പോ ഓക്സിജൻ നമുക്ക് ജീവനെ തരുന്നു, വെള്ളം ജീവനെ തരുന്നു, അതുപോലെ തന്നെ ഭക്ഷണം ജീവനെ തരുന്നു, സൂര്യപ്രകാശം ജീവനെ തരുന്നു, ഭൂമിയുടെ മാഗ്നറ്റിക് എനർജിയും നമുക്ക് ജീവനെ തരുന്നു, ജീവനെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരു മനുഷ്യ ശരീരത്തിലെ പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാറുണ്ട്. നമ്മളൊക്കെ പലപ്പോഴായിട്ട് അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. 3 തരത്തിലാണ് പല ഡിസീസുകൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് പിന്നെ സാംക്രമിക രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയും. സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ, ഒരു സീസണിലൊക്കെ വന്നു പോകുന്ന വൈറൽ അറ്റാക്കുകളൊക്കെ, അങ്ങനെ വേറൊരാൾക്ക് പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. അതൊരു സീസണൽ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസീസ് ആയിട്ടോ നമുക്ക് അതിനെ കാണാൻ പറ്റും. മറ്റൊന്നുള്ളത് ജനിതക രോഗങ്ങളാണ്, ജനറ്റിക് ഡിസോർഡറുകളാണ്, പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ഇതൊക്കെ ഒരു ചെറിയ പെർസെൻറ്റേജിലാണ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നത് എങ്കിൽ വേറൊരു തരം രോഗങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ശരിക്കും അത് എല്ലാം അതിലെ ഡിസീസിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല, ഡിസോർഡറുകളാണ് മിക്കവാറും അതിൽ വരുന്നത്. എന്നാൽ പക്ഷെ ചുരുക്കത്തിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് പറയാറുള്ളത്, ജീവിത ശൈലി രോഗങ്ങൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ശാസ്ത്രം, മെഡിക്കൽ മേഖല എന്തുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആളുകൾക്ക് വരുന്നു, അതായത് പകരാത്ത, ജനിതകമായിട്ടല്ലാതെ ഒരു ശരീരത്തിൽ സ്വയം സംജാതമാകുന്ന രോഗാവസ്ഥകളാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇതിന്റെ മൂലകാരണങ്ങളെ കുറിച്ച് അന്വേഷിച്ച സമയത്ത്, പഠിച്ച സമയത്ത് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം, മെഡിക്കൽ സയൻസ് തന്നെ പറയുന്ന ഒരു കാര്യം, 90% നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡർ, ഡിസ്ഫങ്ഷൻ, ഡിസീസ്, അതിന്റെ കോസ് റൂട്ട് എന്ന് പറയുന്നത്, മൂലകാരണം എന്ന് പറയുന്നത്, 1 ലാക്ക് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ, 2 ലോ ലെവൽ ഓക്സിജൻ എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തത്തിന്റെ പര്യന വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന തകരാറുകൾ, കുറച്ചിലുകൾ അല്ലെങ്കിൽ അതിന്റെ കുറവ്, ഡിസ്റ്റർബൻസ് ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പതിയെ പതിയെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് കൊണ്ടുപോകുന്നു. 2, നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നിലനിൽക്കേണ്ടതായ ഓക്സിജന്റെ ലെവൽ വരുന്ന
കുറവ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഡിസോർഡറുകൾക്കും ഡിസ്ഫങ്ഷനുകൾക്കും കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് 78 അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇപ്പോ 80 അവയവങ്ങളായിട്ടുണ്ട്. അങ്ങനെ 80 അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് പലതും കൂടിച്ചേർന്ന പലതരത്തിലുള്ള വ്യൂഹങ്ങളുണ്ട്, അഥവാ സിസ്റ്റങ്ങൾ. അങ്ങനെ ഈ സിസ്റ്റങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. കോടാനുകോടി സെല്ലുകൾ കൊണ്ടാണ് ഹ്യൂമൻ ബോഡി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടാകാനുള്ള 90% കാരണവും ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ അഥവാ ജൈവകാന്ത ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, അതിന്റെ ഗുണം ഒന്ന്, ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പറാക്കാൻ സഹായിക്കുന്നു. രണ്ട്, നമ്മുടെ ഓക്സിജൻ ലെവലിനെ ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു. ഈ രണ്ട് ബെനിഫിറ്റ് ആണ് മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഈ ഹീറ്റ് സപ്പോർട്ടിംഗ് തെറാപ്പി നമ്മൾക്ക് ചെയ്യുന്ന ഗുണം എന്ന് പറയുന്നത് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പറാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ട്, ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുമ്പോൾ ശരീരത്തിന്റെ ഹീലിംഗ് ചെയ്യാനുള്ള, ശരീരത്തിന് തന്നെ രോഗങ്ങളെ അതിജീവിക്കാനും മാറ്റിയെടുക്കാനുമുള്ള സ്വാഭാവികമായിട്ടുള്ള ആ ഒരു കഴിവിനെ, ആ ഹീലിംഗ് ചെയ്യാനുള്ള കഴിവിനെ ഉദ്ദീപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. ഇതിന് ഒരു കോൺട്രാഇൻഡിക്കേഷനും ഇല്ല, ഇതിനൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നിയോഡൈമിയം എന്ന് പറയുന്ന ജൈവകാന്തമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നിയോഡൈമിയത്തിലെ തന്നെ ഗ്രേഡ് N35 മാഗ്നറ്റ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടുള്ള ഡിവൈസുകളാണ് നമ്മുടെ കമ്പനി പ്രധാനമായിട്ടും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നുള്ളത് ബയോമാഗ്നറ്റിന്റെ മാട്രസ് പാഡും പില്ലോ പാഡും ആണ്. അപ്പൊ മാട്രസ് പാഡും പില്ലോ പാഡും, നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന മാട്രസ് പാഡ്, പില്ലോ പാഡ്, പിന്നെ ബ്ലാങ്കറ്റ്, ഇതുണ്ട്. ഇതിലെല്ലാം തന്നെ നിയോഡൈമിയം മാഗ്നറ്റ് ഒരു ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമുള്ള അത്ര ഗോസ് പവറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ രാത്രി മാട്രസ് പാഡിലും പില്ലോ പാഡിലും ഒക്കെ നമ്മൾ കിടക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് എനർജി കിട്ടുന്നു. നമുക്ക് മാഗ്നറ്റിക് എനർജിയുടെ ലോസ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറവ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഇന്ന് 99% ആളുകളും ഭൂമിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്താത്ത ആളുകളാണ്. ഇതൊരു വലിയ ദുരന്തം നമ്മുടെ സമൂഹത്തിന് സമ്മാനിച്ചു എന്നുള്ളത് പ്രൊഫസർ വിവേകാനന്ദൻ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിളിലൂടെ കേരള കൗമുദിയിലെ ശാസ്ത്രവീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായി. മനുഷ്യൻ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ, അതിനു മുമ്പുള്ള എല്ലാവരും ചെരുപ്പിടാതെ മണ്ണിലൂടെ നേരിട്ട് സമ്പർക്കം പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. അവർക്ക് ഭൂമിയിൽ നിന്ന് നേരിട്ട് ആ ഒരു എനർജിയുടെ ആഗിരണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ആരോഗ്യത്തോടു കൂടി ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊന്നും ഇല്ലാതെ 90, 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമുള്ള കാലഘട്ടമായിരുന്നു. എങ്കിലും ഇന്ന് 20 വയസ്സിലും 30 വയസ്സിലും ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് അടിമപ്പെടുകയും പിന്നീട് മരുന്നിന്റെ അകമ്പടിയോട് കൂടിയിട്ട് കുറച്ചു കാലം ജീവിക്കുകയും ചെയ്യുന്ന വളരെ ദുര്യോഗപൂർവമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറി എന്നുള്ളത് നമ്മൾ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പൊ ആ മാഗ്നറ്റിക് എനർജിയുടെ കുറവുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇവിടെ മാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നതിലൂടെ. അതിൽ മാട്രസ് പാഡ് ഉണ്ട്, കിടക്കാൻ ഉപയോഗിക്കുന്ന മാട്രസ് പാഡ് ഉണ്ട്, തലയ്ക്ക് വെക്കാനുള്ള പില്ലോ പാഡ് ഉണ്ട്, പ്ലസ് ബ്ലാങ്കറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ പ്രോപ്പർ ആക്കാനും ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. ബൈ ഡിഫോൾട്ട് നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള ഡിസോർഡറുകളെയും ഓർഡറിലേക്ക് കൊണ്ടുവരാനും പലതരത്തിലുള്ള ഡിസ്ഫങ്ഷനുകളെ ഫങ്ഷനിലേക്ക് കൊണ്ടുവരാനും തദ്വാരാ നമുക്ക് ഡിസീസുകളിൽ നിന്ന് പതിയെ പതിയെ മോചനം നേടാനും ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ശരീരത്തിനെ കൊണ്ടുപോകാനും ശരീരത്തിന്റെ സ്വാഭാവിക ഹീലിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ, കഴിവിനെ, ശേഷിയെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ നമുക്ക് പ്രിവെൻഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ നിലവിലുള്ള പല കാര്യങ്ങൾക്കും ക്യൂറിങ് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ബോഡിയുടെ ഓൾ ബോഡി ഫങ്ഷനെ നോർമൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ള ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം,
ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ആ പട്ടികയിൽ വരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ക്യൂവിലാണ് എല്ലാവരും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എപ്പോ വേണമെങ്കിലും നമുക്കൊരു ആരോഗ്യ പ്രശ്നം സ്ഥിരീകരിക്കാം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പൊ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ, മറികടക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിനെ പ്രതിരോധിക്കാനൊക്കെ തന്നെ നമുക്ക് ബയോമാഗ്നറ്റിന്റെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാൻ കഴിയും. പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒന്ന്, ഈ മാട്രസ് പാഡും പില്ലോ പാഡും ഉപയോഗിച്ച് നമ്മൾ കിടക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നു എന്നുള്ളതാണ്. ഗാഢനിദ്ര കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി നന്നായി ഉറങ്ങിയാൽ തന്നെ ആ വ്യക്തിക്ക് നല്ല ആരോഗ്യമുണ്ടാകും. ബോഡിയുടെ പല ഫംഗ്ഷനുകളും അവിടെ വെച്ച് നോർമൽ. ഉറങ്ങുന്ന സമയത്ത് മെയിൻ്റെനൻസ് മെക്കാനിസം നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ മെയിൻ്റെനൻസ് എല്ലാം തന്നെ നടക്കുന്നു. അവിടെ പിന്നെ വൃത്തിയാക്കലുകൾ നടക്കുന്നു. ഇതെല്ലാം ഉറങ്ങുന്ന സമയത്താണ്. അപ്പൊ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി രാവിലെ എണീക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ ബോഡി പെയിൻ, ജോയിന്റ് പെയിൻ, ആർത്രൈറ്റിസിന്റെ വകഭേദങ്ങൾ, അതുപോലെ സ്ട്രോക്ക്, ബ്ലോക്ക്, മൈക്രോ ബ്ലോക്കുകൾ, ഇങ്ങനെ തുടങ്ങുന്ന പലതരത്തിലുള്ള ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു പ്രതിവിധിയായിട്ട്, അതല്ലെങ്കിൽ അതിൽ നിന്ന് മോചനം നേടുന്നതിനും അതിനെ പ്രതിരോധിക്കാനും ബയോമാഗ്നറ്റിന്റെ പ്രോഡക്റ്റുകൾ നമുക്ക് എല്ലാ ആളുകൾക്കും, അങ്ങനെയാണ്, അതിന് ഇത്ര കാറ്റഗറി ഒന്നുമില്ല, എല്ലാ മനുഷ്യർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഒരുപാട് റിസൾട്ടുകളൊക്കെ നമുക്ക് അനുഭവഭേദ്യമാണ്. അതിന്റെയൊക്കെ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബയോമാഗ്നറ്റിന്റെ മാട്രസ് പാഡ്, അതുപോലെ തന്നെ പില്ലോ പാഡ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വലിയ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ബ്ലഡ് വെസൽസുകൾ ഉണ്ടാകുന്ന ബ്ലോക്കേജ് കാരണം ഉണ്ടാകുന്നതാണ്. അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള മാരകമായ പ്രശ്നങ്ങൾ നമുക്കറിയാം. 2020 ശേഷം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെട്ടെന്നുള്ള മരണങ്ങൾ, കുഴഞ്ഞു വീണ മരണങ്ങളുടെ ഒക്കെ ആധിക്യം വളരെയധികം കൂടിയിട്ടുള്ള ഒരു 5 വർഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് പോസ്റ്റ് കോവിഡ് സിൻഡ്രോമുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താം ഒരു പരിധി വരെയൊക്കെ. കോവിഡ് അനന്തരം ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു പ്രതിസന്ധിയാണത് എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും തിരിച്ചറിയാൻ കഴിയും. പക്ഷെ എങ്ങനെ നമ്മൾ അതിനെ അതിജീവിക്കും എന്നുള്ളതാണ് ചോദ്യം. ഒരു സിംറ്റംസും കാണിക്കാതെ, ഒരു തരത്തിലുള്ള പിന്നെ തെളിവും തരാതെ പെട്ടെന്നാണ് പല ആളുകളും അസ്തമിക്കുന്നത്. പെട്ടെന്നൊരു സെക്കൻഡിലോ വിത്തിൻ സെക്കൻഡുകൾ കൊണ്ടാണ് ഒരാള് മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വസ്തുതയാണ്. ഇവിടെ ആണ് ഈ മൾട്ടിപ്പിൾ ബ്ലോക്കേജുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മയോകാർഡൈറ്റിസ്, പെരികാർഡിയറ്റിസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള എൻഡോകാർഡൈറ്റിസ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു പരിധി വരെ അതിൽ നിന്ന് മോചനം നേടാനും നമുക്ക് സ്വാസ്ഥ്യം തരാനും ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഉപകരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം തന്നെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ബോഡിയിൽ വരുന്ന പെയിനുകൾ, ഇൻഫ്ലാമേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും, BP കൺട്രോൾ ചെയ്യാനും, ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ ബോൺ ഫ്രാക്ചർ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനും, പിന്നെയൊക്കെ ലൈഫ് സ്റ്റഡീസിൽ നമുക്ക് സ്ഥിരമായി കാണുന്ന കുറെ കാര്യങ്ങൾ, മൈഗ്രെയിൻ, തലചുറ്റൽ, വെരിക്കോസ് വെയിൻ, അസിഡിറ്റി, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ രോഗങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സ്ലീപ്പിംഗ് ഡിസോർഡർ ഉള്ള ആളുകൾ, ഇസ്നോംനിയ പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ, സർക്കുലേഷൻ കുറവുള്ള ആളുകൾ, ഓക്സിജൻ ലെവൽ കുറവുള്ള ആളുകൾ, എല്ലാവർക്കും, ഇനി ഇതൊന്നുമില്ല, നല്ല ഹെൽത്തി ബോഡി ആണെങ്കിൽ പോലും നമ്മുടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ വരാനുള്ള പല സങ്കീർണതകളെയും അതിനെ ഇല്ലായ്മ ചെയ്യാനും ചെറുക്കാനും കുറയ്ക്കാനും കഴിയുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമുക്കുള്ളത് ബയോമാഗ്നറ്റിന്റെ വാട്ടർ എനർജി പാഡാണ്. വെള്ളക്കുപ്പിയുടെ മുകളിൽ നമ്മൾ റാപ്പ് ചെയ്യുന്ന ഒരു എനർജി പാഡാണ് വാട്ടർ എനർജി പാഡ്, ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ്. ഈ പാഡ് നമ്മൾ വാട്ടർ ബോട്ടിലിന്റെ മുകളിൽ ചുറ്റി അരമണിക്കൂറിന് ശേഷം ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കുടിക്കുന്ന വെള്ളം കുടിക്കാൻ യോഗ്യമായ ശുദ്ധമായ പച്ചവെള്ളമാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ശുദ്ധമായ പച്ചവെള്ളത്തിന് ഒരു വലിയ മെഡിസിനൽ വാല്യൂ ഉണ്ട്. പച്ചവെള്ളം സത്യത്തിൽ ഒരു യൂണിവേഴ്സൽ മെഡിസിൻ ആണ്. നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങളെ നോർമലൈസ് ചെയ്യാനും ഒരുപാട് പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും വെള്ളത്തിന് കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക.
ജലത്തെ നമ്മൾ പറയാറുണ്ട് ജീവജലം എന്നാണ് പറയുന്നത്. ജീവജലം എന്ന് പറയാനുള്ള കാരണം അതിനകത്ത് 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ ഉണ്ട് എന്നുള്ളതാണ്. H2O ആണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോ ഈ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അതിന്റെ സാന്നിധ്യമാണ് അതിന് ജീവൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ശുദ്ധമായ പച്ചവെള്ളത്തിൽ റിച്ച് ഹൈഡ്രജൻ, റിച്ച് ഓക്സിജൻ, റിച്ച് മിനറൽസ് ഉണ്ട്. അതാണ് നമ്മൾ കഴിക്കേണ്ടത്. അങ്ങനെ കഴിക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് കിട്ടുന്നു, റിച്ച് ആയിട്ടുള്ള ഹൈഡ്രജനും ഓക്സിജനെ സാന്നിധ്യം കിട്ടുന്നു. അത് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ, മെറ്റാബോളിസം എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ പറയുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഡൈജഷൻ, ദഹനവ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നു. പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. മോഷൻ കറക്റ്റ് ആകാൻ, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ മോഷൻ കറക്റ്റായി പോകാൻ വേണ്ടി അത് പ്രോത്സാഹിപ്പിക്കുന്നു. നല്ല യൂറിനേഷന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. യൂറിനറി ട്രാക്റ്റിൽ വരുന്ന ഇൻഫെക്ഷൻ, അണുബാധ, മൂത്ര തടസ്സം പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ബോഡി പെട്ടെന്ന് ഹൈഡ്രേറ്റഡ് ആകുന്നു. തന്മൂലം അത് നമ്മുടെ ശരീരത്തിലെ ടോക്സിനെ ഒക്കെ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പോയിസൺസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. കിഡ്നി സ്റ്റോണുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. മസിലുകളുടെ ഹാർഡാകുന്ന അവസ്ഥ, സ്റ്റിഫ് ആകുന്ന അവസ്ഥയിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ താളാത്മകത്തോടുകൂടി പ്രവർത്തിക്കാനും അതിനെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും അതിന്റെ പ്രഷർ, അതിന്റെ സ്ട്രെയിൻ കുറയ്ക്കാനും വേണ്ടി സഹായിക്കുന്നു. ബ്രെയിനിന്റെ ഫങ്ഷൻ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. സ്കിന്നിന്റെ പ്രവർത്തനങ്ങൾ വളരെ ബെറ്റർ ആയ രൂപത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി, സ്കിൻ ഡിസീസുകൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ, ജലാംശത്തിന്റെ അളവ് എപ്പോഴും നിലനിർത്തുന്ന ഒരു ബോഡിയിൽ എല്ലാ ഫങ്ഷനുകളും നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും, ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ അഥവാ നിർജ്ജലീകരിക്കപ്പെട്ട ഒരു ശരീരത്തിനകത്ത് പ്രവർത്തനങ്ങൾ താളം തെറ്റുകയും താറുമാറിലാവുകയും അത് ഡിസോർഡറുകൾക്കും ഡിസ്ഫങ്ഷനുകൾക്കും കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിനകത്തുള്ള പല ആളുകൾക്കും ഒരു മടിയുള്ള കാര്യമാണ്. വെള്ളം എന്തിനാണ് കുടിക്കണത് എന്ന് പോലും അറിയാത്ത പല ആളുകളുണ്ട്. പക്ഷെ ശരീരത്തിന്റെ ഭാരത്തിനനുസരിച്ച് നമ്മൾ വെള്ളം അളവിൽ, അനുപാതത്തിൽ കുടിക്കുകയാണെങ്കിൽ അതൊരു മെഡിസിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മാഗ്നറ്റൈസർ വാട്ടറിന് സാധാരണ വെള്ളത്തിനേക്കാൾ അതിന്റെ ഒരു 4 ഇരട്ടി ഫലം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വെള്ളത്തിന്റെ ഡെൻസിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. ക്യുക്കായിട്ട് ബോഡി ഹൈഡ്രേറ്റഡ് ആകുന്നു. ഡീടോക്സിഫിക്കേഷൻ അഥവാ മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനകത്ത് 90% വാട്ടർ കണ്ടന്റ് ആണ്. ആ 90%ത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും. വിസ്കോസിറ്റി കൂടിയ ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ബ്രെയിനിന്റെ നിർദ്ദേശപ്രകാരം ഹാർട്ട് സ്ട്രെയിൻ ചെയ്യും, പ്രഷറിലടിക്കും. അത് ഹാർട്ടിന്റെ വീക്ക്നെസ്സിന് കാരണമാകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അത്ര വെള്ളം, ഒരിക്കലും വെള്ളം അധികമാവാൻ പാടില്ല, ഒരിക്കലും വെള്ളം കുറയാനും പാടില്ല. ആവശ്യത്തിനുള്ള വെള്ളം അളവിലും അനുപാതത്തിലും കുടിച്ച് ശീലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം BP നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37.3 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്താൻ വേണ്ടി സഹായിക്കും. നമ്മുടെ pH 7.35-ൽ ബോഡിയുടെ pHനെ നിലനിർത്താൻ വേണ്ടി സഹായിക്കും. നമ്മുടെ സ്കിന്നിന് നല്ല റെജുവിനേഷൻ കൊടുക്കാനും ആന്റി ഏജിങ് കൊടുക്കാനും സഹായിക്കുന്നു. കാഴ്ച വർദ്ധിപ്പിക്കാനും മെമ്മറി വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ അങ്ങനെ ഒരുപാട് അനവധിയായിട്ടുള്ള ഗുണങ്ങൾ ഈ മാഗ്നറ്റൈസർ വാട്ടറിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് കുടിച്ച് ശീലിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പ്രകൃതി തരുന്ന ഈ വെള്ളത്തെ മാഗ്നറ്റൈസ് ചെയ്ത് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലാക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഇതിന് ഒരുപാട്, ഇത് നമുക്ക് മനുഷ്യന് മാത്രമല്ല നമ്മളെ വീട്ടിലൊക്കെ വളർത്തുന്ന പെറ്റ്സിനൊക്കെ കൊടുക്കാം, അതുപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങള് മാഗ്നറ്റൈസർ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് ഒരുപാട് രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ തന്നെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉള്ളത് ബയോമാഗ്നറ്റിന്റെ ഒരു ബ്രേസ്ലെറ്റ് ആണ്. ബയോമാഗ്നറ്റിന്റെ ബ്രേസ്ലെറ്റ്, അതുപോലെ തന്നെ ഒരു റിസ്റ്റ് ബാൻഡ്, കയ്യിൽ കെട്ടുന്ന ഒരു റിസ്റ്റ് ബാൻഡ്. ഇത് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പകൽ സമയത്ത് നമ്മൾ മാട്രസ് പാഡ് കിടക്കുന്നില്ല, പില്ലോ പാഡ് ഉപയോഗിക്കുന്നില്ല. പകൽ സമയത്ത് നമ്മൾ നമ്മുടെ വലത് കൈയിൽ ഈ റിസ്റ്റ് ബാൻഡ് നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഏത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനും ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യാനും വേണ്ടി അത് സഹായിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ റിസ്റ്റിൽ കെട്ടുന്ന സമയത്ത് ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ കഴിയുന്നു. ബ്ലഡിന്റെ വിസ്കോസിറ്റി നോർമൽ ആവുന്നു. വളരെ സുഗമമായിട്ട് ബ്ലഡിന്റെ സർക്കുലേഷന് വേണ്ടി സഹായിക്കുന്നു. ഓക്സിജൻ അളവിനെ ക്രമപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നു. അത് നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നു. ബ്രേസ്ലെറ്റും സെയിം ലൈക്ക് അത് നമ്മുടെ അതിനകത്ത് നിയോഡൈമിയം മാഗ്നറ്റ് ഉണ്ട്.
അത് നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ രണ്ടും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചത് ഞാൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കയ്യിൽ കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബയോമാഗ്നറ്റിന്റെ റിസ്റ്റ് ബാൻഡ് ഉണ്ട്, ബയോമാഗ്നറ്റിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്, ബയോമാഗ്നറ്റിന്റെ വാട്ടർ എനർജി പാഡ് ഉണ്ട്, ബയോമാഗ്നറ്റിന്റെ മാട്രസ് പാഡ് ഉണ്ട്, ബയോമാഗ്നറ്റിന്റെ പില്ലോ പാഡ് ഉണ്ട്. ഇത്രയും പ്രോഡക്റ്റുകളുടെ ഒരു പാക്കേജ് ആയിട്ടാണ് നമുക്ക് സിംഗിൾ പാക്കേജ് ആയിട്ടും ഡബിൾ പാക്കേജും ആയിട്ട് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് കരിയാവരണങ്ങൾ, ഉണങ്ങാത്ത മുറിവുകൾ, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ, ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടുള്ള മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്കിൻ ഡിസീസുകൾ, ഇതിനൊക്കെ തന്നെ ഹെവി ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാത്തിനും മരുന്നിനെ ആശ്രയിക്കാതെ പ്രകൃതിയുടെ കഴിവിനെ കൂടി ഒന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ആ കഴിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വാസ്ഥ്യം തരുന്ന ഏറ്റവും റവല്യൂഷണറി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം, ബ്ലഡ് സർക്കുലേഷൻ ഉള്ളിടത്തോളം കാലം ഈ ഒരു പ്രോഡക്റ്റിന് വിപണന സാധ്യതയുണ്ട്, ആവശ്യകതയുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇതുകൂടാതെ നമ്മുടെ കമ്പനി ഒരു വലിയ സെഗ്മെന്റിലേക്ക് ആൾറെഡി സെറ്റായി കഴിഞ്ഞു, ആൾറെഡി ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന സെഗ്മെന്റ്. ഫാർമസ്യൂട്ടിക്കൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ന്യൂട്രാസ്യൂട്ടിക്കൽ എന്താണെന്ന് നമുക്കറിയില്ല. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, രോഗനിവാരണത്തിന് വേണ്ടിയിട്ട്, പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കെമിക്കൽ കോമ്പൗണ്ടുകളെയാണ് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്, രാസൌഷധങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിനും പ്രതിരോധത്തിനും അതുപോലെ തന്നെ ക്യൂറിങ്ങിനും വേണ്ടി പ്രകൃതിദത്തമായിട്ടെടുക്കുന്ന മൂലികകൾ, ചെടികൾ, വേരുകൾ, കായകൾ, ഫലങ്ങൾ, ഇങ്ങനെ പ്രകൃതിദത്തമായിട്ടുള്ള ഹെർബുകളിൽ നിന്നെടുക്കുന്ന, പ്ലാന്റുകളിൽ നിന്നെടുക്കുന്ന ഹെർബൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ആ റേഞ്ചിലുള്ള ഉൽപ്പന്നങ്ങളാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. രണ്ടിന്റെ പർപ്പസ് ആണ്, ഒന്ന് കെമിക്കൽ കോമ്പൗണ്ടാണ്, ഒന്ന് നാച്ചുറൽ കോമ്പൗണ്ടാണ്, ഒന്ന് രാസൌഷധങ്ങളാണ്, ഒന്ന് പ്രകൃതിദത്തമാണ്. ഇതാണ് ഫാർമസ്യൂട്ടിക്കലും ന്യൂട്രാസ്യൂട്ടിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലെ ഒരു വലിയ ശ്രേണി ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ട്രിപ്പിൾ സ്റ്റെം സെൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ട്രിപ്പിൾ സ്റ്റെം സെൽ എന്നാണ് അതിന്റെ പേര്. സ്റ്റെം സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലകോശങ്ങൾ എന്നാണ് അതിന്റെ മലയാളം. മൂലകോശങ്ങൾ എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് സ്റ്റെം സെൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ്, എന്ത് പ്രവർത്തനമാണ് സ്റ്റെം സെല്ല് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. എന്താണ് പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെല്ല് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ സ്റ്റെം സെല്ലിന്റെ ഒരു മൊത്തം പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ആദ്യം മനസ്സിലാക്കുക, സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ മൂലകോശങ്ങളാണ്. മൂലകോശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തില് ആദ്യമായിട്ടുണ്ടാകുന്ന, അതായത് നമ്മുടെ ശരീരത്തിന്റെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഒരു സെല്ലിൽ നിന്നാണ്. അതായത് മനുഷ്യ ശരീരം ഒരൊറ്റ സെല്ലിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ സൈഗോട്ട് എന്നാണ് പറയാ, സിക്താണ്ഡം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. മാതാപിതാക്കളുടെ കോശങ്ങൾ കൂടി ചേർന്ന ഒരൊറ്റ, അതിൽ നിന്നാണ് കോടാനുകോടി വരുന്ന ശരീരത്തിലെ മറ്റുള്ള കോശങ്ങളൊക്കെ ഉണ്ടാകുന്നത്, കോശങ്ങളൊക്കെ വിഭജിക്കുന്നത്. മൂലകോശങ്ങൾ എന്ന് പറയുന്ന കോശങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് നമ്മൾ ഈ സൈഗോട്ടിൽ നിന്നും ഭ്രൂണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. സൈഗോട്ട് ഭ്രൂണമായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. സിക്താണ്ഡം ഭ്രൂണമായിട്ട് മാറുന്ന അവസ്ഥയുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ചിട്ട്. ആ ഭ്രൂണത്തിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് സ്റ്റെം സെല്ലുകളാണ്. ഈ സ്റ്റെം സെല്ലുകളാണ് പിന്നീട് എല്ലാ കോശങ്ങളുമായിട്ട് മാറുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് സ്റ്റെം സെല്ലുകളാണ് മറ്റു കോശങ്ങളായിട്ട് മാറുന്നത്. സ്റ്റെം സെല്ലുകൾക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഞാൻ ഹ്യൂമൻ ബോഡിയിലെ സ്റ്റെം സെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെല്ല് എന്താണ്, അത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോ ശരീരത്തില് ഒരുപാട് അവയവങ്ങൾ, ഞാൻ പറഞ്ഞു 80ഓളം അവയവങ്ങളുണ്ട്, സിസ്റ്റങ്ങളുണ്ട്, കോടാനുകോടി സെല്ലുകളുണ്ട്, ഏകദേശം 70 ട്രില്യൺ സെല്ലുകളുണ്ട്. ഈ സെല്ലുകളൊക്കെ ഉണ്ടായത് വേറെ സെല്ലുകൾ വിഭജനം നടത്തിയിട്ടാണ്. ഈ സെല്ലുകളെ വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്തമായിട്ടുള്ള ആയുർദൈർഘ്യമുള്ള, വ്യത്യസ്തമായ ധർമ്മങ്ങൾ ചെയ്യുന്ന ഈ സെല്ലുകളെ മുഴുവൻ സംഭാവന ചെയ്യുന്നത് മൂലകോശങ്ങളാണ്. അപ്പൊ മൂലകോശങ്ങളെ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു കോശങ്ങളായി മാറാനുമുള്ള കഴിവുണ്ട്.
ഏത് കോശമായിട്ടാണോ മാറേണ്ടത് അങ്ങനെയുള്ള കോശങ്ങളായിട്ട് മാറാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ മൂലകോശങ്ങളെ പുനഃസൃഷ്ടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് ഈ സ്റ്റെം സെൽ എന്ന് പറയുന്ന മൂലകോശങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ ചില കോശങ്ങള്, അതായത് പിന്നെ ന്യൂറോണുകള്, അതുപോലെ നെഫ്രോണുകള്, ഇങ്ങനെയുള്ള പല പല ടൈപ്പ് കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇപ്പൊ ന്യൂറോൺ സെല്ലുകളൊക്കെ ആണെങ്കിൽ തലച്ചോറിലും അതുപോലെ നാഡികളിലൊക്കെ ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ ഓരോ അവയവങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള അവയവങ്ങളുടെ ധർമ്മം ചെയ്യുന്ന സെല്ലുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മാറുന്നത് ഈ സ്റ്റെം സെല്ലുകളാണ്. അപ്പൊ സ്റ്റെം സെല്ല് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ആക്റ്റീവ് ആകുമ്പോഴാണ് ഡാമേജ് പരിഹരിക്കുന്നത്, കുറവുകളെ ഇല്ലാതാക്കുന്നത്, അതുപോലെ തന്നെ സെല്ലുകൾക്ക് വരുന്ന പലതരത്തിലുള്ള ഘടനാപരമായ വ്യതിയാനങ്ങളെ ചെറുക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ പ്രക്രിയകളെയും അതിനെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് ഈ മൂലകോശങ്ങളാണ്. അപ്പൊ ഏത് രക്തകോശവുമായിട്ട് മാറാനുള്ള കഴിവ്, ഏത് തരത്തിലുള്ള രക്തകോശങ്ങളായിട്ട് മാറാനുള്ള കഴിവും എന്തുണ്ട്, ഈ സ്റ്റെം സെല്ലുകൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു സൈഗോട്ട് അഥവാ സിക്താണ്ഡം അത് എംബ്രിയോ ആയിട്ട് മാറുന്നു. എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഭ്രൂണമായിട്ട് മാറുന്നു. അതിൽ നിന്ന് ഫെട്ടസ് എന്ന് പറയും, ഗർഭപിണ്ഡം എന്ന് പറയും, അതായിട്ട് മാറുന്നു. അവിടെ നിന്ന് ബേബി, കുട്ടിയായിട്ട് മാറുന്നു. ഈ ഒരു ചാനലിലൂടെ സഞ്ചരിക്കുമ്പോഴേക്കും ആ ഒരു ഒറ്റ കോശം, ആദ്യത്തെ സൈഗോട്ട്, പിന്നീട് അത് ഭ്രൂണമായിട്ട് മാറി അതിലുള്ള സ്റ്റെം സെല്ലുകള് വിഭജനം നടത്തി വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള രക്തകോശങ്ങളായി മാറി. അത് ചിലത് പിന്നെ കൊഴുപ്പ് കോശങ്ങളായിട്ട് മാറും, ചിലത് എല്ല് കോശങ്ങളായിട്ട് ബോൺ സെല്ലുകളായിട്ട് മാറും, ചിലത് പേശി കോശങ്ങളായിട്ട് മാറും. അങ്ങനെ പലതരത്തിലുള്ള സെല്ലുകളായിട്ട് ഇതെല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ സെല്ലുകൾ വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും സെല്ലുകളുടെ ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ, സെല്ലുകളാണ് ശരീരം ആയതുകൊണ്ട് തന്നെ സെല്ലുകൾക്ക് ഡാമേജ് വരാനും സെല്ലുകൾക്ക് പ്രിമേച്ചർ ഡെത്ത് വരാനും ഘടന മാറാനും ഒക്കെ തന്നെ ചാൻസ് ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ സ്റ്റെം സെല്ലുകൾക്ക് കഴിയും. അപ്പൊ സ്റ്റെം സെല്ലുകൾ ആക്റ്റീവ് ആകണം എന്നർത്ഥം. ഓക്കെ, എന്നാൽ ഈ സ്റ്റെം സെൽ എന്ന് പറയുന്ന പിന്നെ സെല്ലുകൾ ഞാൻ പറഞ്ഞു വ്യത്യസ്തമായ സെല്ലുകളായിട്ട് അത് മാറുന്നു. ഒരുപാട് ധർമ്മങ്ങൾ ചെയ്യുന്ന സെല്ലുകളായിട്ട് അത് മാറുന്നു. ബോൺ സെല്ലുകളാകുന്നു, ബ്ലഡ് സെല്ലുകളാകുന്നു, മസിൽ സെല്ലുകളാകുന്നു, ഫാറ്റ് സെല്ലുകളാകുന്നു, സ്കിൻ സെല്ലുകളാകുന്നു, നെർവ് സെല്ലുകളാകുന്നു, എൻഡോതീലിയൽ സെല്ലുകളായി മാറുന്നു, സെക്സ് സെല്ലുകളാകുന്നു, പാൻക്രിയാറ്റ് സെല്ലാകുന്നു, ക്യാൻസർ സെല്ലുകളാകുന്നു. ഇവിടെ തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് നെഫ്രോൺസ്, പിന്നെ ന്യൂറോൺ സെല്ലുകൾ, നെഫ്രോൺ സെല്ലുകൾ, പല തരത്തിലുള്ള സെല്ലുകളായിട്ട് ഇതെല്ലാം തന്നെ ഈ മൂലകോശങ്ങൾ മാറുന്നുണ്ട്. അപ്പോ മൂലകോശങ്ങളുടെ ആവശ്യകത എന്താണ് നമ്മൾ മനസ്സിലാക്കി. 70 ട്രില്യണിലധികം വരുന്ന സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. വ്യത്യസ്ത ധർമ്മം ചെയ്യുന്ന സെല്ലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ സെല്ലുകൾക്കൊക്കെ ഒരു ആയുർദൈർഘ്യമുണ്ട്. ആയുർദൈർഘ്യത്തിൽ അവ ജീവിക്കുന്നു, അത് ധർമ്മം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അവ അസ്തമിക്കുന്നു, ഇല്ലാതെയാകുന്നു. പകരം ഈ ഒരു സെല്ല് വരുന്നു. ആ സെല്ലിൽ നിന്നും എല്ലാം വേറൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അനുനിമിഷത്തിൽ ഈ സെല്ലുകളുടെ ഇല്ലാതാവുകയും പുതുതുണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ത്വരിതഗതിയിൽ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര സങ്കീർണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ സ്റ്റെം സെല്ലുകൾക്ക് ഒരു വലിയ ഡ്യൂട്ടി ഉണ്ട്. എവിടെയാണോ മറ്റുള്ള സെല്ലുകൾക്ക് ഡാമേജ് വരുന്നത്, കുറവ് വരുന്നത്, അതല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്, അതിനെ ഇല്ലാതാക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ, അവിടെ എങ്ങനെ ഇടപെടാനുള്ള ഒരു കഴിവ് സ്റ്റെം സെല്ലുകൾക്കുണ്ട്. അപ്പോ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്പി തന്നെ ലോകത്തിലുണ്ട്. ഇന്ന് ഹ്യൂമൻ സ്റ്റെം സെൽ എടുത്തുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ സ്റ്റെം സെൽ തെറാപ്പിയുടെ ഭാഗമായിട്ടാണ്. അത് വളരെ കോസ്റ്റ്ലി ആണത്. എന്നാൽ നമ്മൾ പറയുന്ന സ്റ്റെം സെൽ എന്ന് പറയുന്നത് ഹ്യൂമൻ സ്റ്റെം സെൽ അല്ല, മനുഷ്യന്റെ സ്റ്റെം സെൽ അല്ല, മൂലകോശങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു തെറാപ്പിയെ കുറിച്ചല്ല പറയുന്നത്. പ്ലാന്റ് സ്റ്റെം സെല്ലുകളാണ്, ചെടികളിൽ നിന്ന് എടുക്കുന്ന സ്റ്റെം സെല്ലുകളാണ്. ഇത് ഇന്ന് പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന സ്റ്റെം സെല്ലുകള് അത് പിന്നെ അതിന്റെ മേഖലയിൽ വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പിന്നെ ജൈവകോശ സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുന്ന ഒരു പിന്നെ ടെക്നോളജിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ ചെടികളിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റെം സെല്ലുകൾ
ഹ്യൂമൻ ബോഡിക്ക് ഗുണകരമാകുന്ന സ്റ്റെം സെല്ലുകളുള്ള പ്രത്യേക തരം ഹെർബുകളിൽ നിന്നും ഫ്രൂട്ട്സുകളിൽ നിന്നൊക്കെ അതിനെ വേർതിരിച്ചെടുത്ത് ഈ ടെക്നോളജിയുടെ ഒരു ഫൈറ്റോസെൽ ടെക്നോളജിയുടെ ഒക്കെ ഈ സസ്യകോശ സാങ്കേതിക വിദ്യയുടെ ഒക്കെ തന്നെ പിൻബലത്തോടുകൂടി ഈ സ്റ്റെം സെല്ലുകളെ വേർതിരിച്ചെടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന് സ്വാസ്ഥ്യം കൊടുക്കാൻ കഴിവുള്ള അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഹെർബ്സുകളിൽ നിന്ന് എടുക്കുന്ന സ്റ്റെംസാണ് നമ്മുടെ ട്രിപ്പിൾ സ്റ്റെം സെല്ലിലുള്ള. അപ്പൊ അതിലെ കീ ഇൻഗ്രീഡിയന്റ് എന്താണൊക്കെ നോക്കാം. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു ഹ്യൂമൻ സ്റ്റെം സെൽ എന്താണ്, ഹ്യൂമൻ സ്റ്റെം സെല്ലിന്റെ ധർമ്മം എന്താണ്, പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെൽ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ പ്രക്രിയ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ പ്ലാന്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റെം സെല്ലുകളുള്ള എന്നാൽ മനുഷ്യ ശരീരത്തിന് ഗുണകരമായ സ്റ്റെം സെല്ലുകളുള്ള പ്ലാന്റുകളിൽ നിന്ന് ഫ്രൂട്ട്സുകളിൽ നിന്ന് വേർതിരിക്കുന്ന സ്റ്റെം സെല്ലുകൾ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ടുള്ള സ്റ്റെം സെല്ലുകളെ വേർതിരിച്ചെടുത്തിട്ടാണ് നമ്മുടെ ഈ ട്രിപ്പിൾ സ്റ്റെം സെല്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിലെ സ്റ്റെം സെല്ലുകളെ അത് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് സെൽ ഡാമേജ് കുറയാൻ വേണ്ടി സഹായിക്കുന്നു, സെല്ലുകളുടെ ഘടനാപരമായ വ്യതിയാനം ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു, ആന്റി ഏജിങ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു, രോഗങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഇതൊക്കെ പ്രകൃതിദത്തമായ ചേരുവകളിൽ നിന്ന് എടുക്കുന്ന സ്റ്റെം സെല്ലുകളാണ് എന്നുള്ളതാണ്. ഇത് സ്റ്റെം സെൽ വെൽനെസ് എന്ന് പറയുന്ന ഒരു വെൽനെസിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റെം സെല്ലാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ട്രിപ്പിൾ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. ഇതിലെ ഇൻഗ്രീഡിയന്റുകൾ ഏതൊക്കെയാണ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മാളുസ് ഡൊമസ്റ്റിക്ക എന്ന് പറയും. മാളുസ് ഡൊമസ്റ്റിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, അതിന്റെ ശാസ്ത്രീയ നാമമാണ്. ഗ്രീൻ ആപ്പിളിൽ നിന്നെടുക്കുന്ന സ്റ്റെം സെല്ലാണ്. പിന്നെ ആർഗൻ ഫ്രൂട്ട്, നീർമരുത് എന്ന് പറയുന്ന മരത്തിന്റെ കായിൽ നിന്നെടുക്കുന്ന ആർഗൻ ഫ്രൂട്ട്, പോളിഗോണം മൾട്ടിഫ്ലോറം എന്ന് പറയുന്ന പിന്നെ കാട്ടുമുത്തങ്ങ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ്, അതിൽ നിന്ന് എടുക്കുന്ന സ്റ്റെം സെല്ല്, വിറ്റിസ് വിനിഫറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്തിരിക്കുരുവിൽ നിന്നെടുക്കുന്നത്, അതുപോലെ അക്കൈബെറി എന്ന് പറയുന്ന ബെറിയിൽ നിന്നെടുക്കുന്ന, അതുപോലെ തന്നെ ആഞ്ചലിക്ക സെനിസിസ് എന്ന് പറയുന്ന ചിക്കോറ അല്ലെങ്കിൽ ചോറ് ഗന്ധര എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു ഹെർബ് ഉണ്ട്. അതിൽ നിന്ന് ചോരക എന്ന് പറയും ചിക്കറയിൽ ചോരക എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു ഇൻഗ്രീഡിയന്റ്. അതുപോലെ തന്നെ ആസ്ട്രാഗാലി റാഡിക്സ് എന്ന് പറഞ്ഞാൽ കട്ടീര എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയുന്നത്. പിന്നെ ബ്ലൂബെറി, അതൊരു ബെറിയാണ്. ഇത്രയും ഇൻഗ്രീഡിയന്റ് സ്റ്റെം സെല്ലുകളും പ്ലാന്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോട്ടീനും ആണ് നമ്മുടെ സ്റ്റെം സെല്ലിന്റെ പ്രത്യേകത. പ്രോട്ടീൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മലയാളം അറിയാം, മാംസ്യം എന്നാണ് പ്രോട്ടീൻ. എന്തിനാണ് പ്രോട്ടീൻ നമ്മൾക്ക് കഴിക്കേണ്ടത്, എന്തിനാണ് പ്രോട്ടീന്റെ ആവശ്യകത? ഭക്ഷണത്തിലുള്ള മാക്രോ ന്യൂട്രിയൻസുകൾ കൂടിച്ചേർന്ന് മാക്രോ ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസും ഫൈറ്റോ ന്യൂട്രിയൻസും ആയിട്ട് മാറുന്നത്. മാക്രോ ന്യൂട്രിയൻസിലെ ഒരു വിഭാഗം അമിനോ ആസിഡ്സുകളായിട്ട് മാറുന്നുണ്ട്. ഈ അമിനോ ആസിഡ്സുകളാണ് പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ? പ്രോട്ടീൻ ആണ് സെല്ലുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് അമിനോ ആസിഡ്സുകൾ, പ്രോട്ടീൻ. അപ്പൊ സെല്ലുകളുടെ പുനരുജ്ജീവനത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്, സെല്ലുകളുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. അമിനോ ആസിഡ്സ് പ്രോട്ടീനായിട്ട് മാറുന്ന ഈ പ്രോട്ടീൻ ആവശ്യമാണ്. മാംസ്യം എന്ന് പറയും, മാംസമല്ല മാംസ്യം എന്നാണ് അതിന്റെ മലയാളം പറയുന്നത്. അപ്പോ അത് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യമാണെന്ന് അർത്ഥം. അപ്പൊ പ്ലാന്റ് പ്രോട്ടീന്, അതായത് ചെടികളിൽ നിന്നെടുക്കുന്ന പ്രോട്ടീൻ, മനുഷ്യ ശരീരത്തിന് ഹാനികരമല്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള പ്രോട്ടീൻ മിശ്രിതത്തിലേക്ക് ഈ പറയുന്ന സ്റ്റെം സെല്ലുകളെ, പ്ലാന്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റെം സെല്ലുകളെ സംയോജിപ്പിച്ചിട്ടാണ് നമ്മുടെ കമ്പനി ഈ ട്രിപ്പിൾ സ്റ്റെം സെൽ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഇൻടേക്ക് ചെയ്യാനുള്ളതാണ്. ഇതിന് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകളുടെ ഡാമേജ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. സെല്ലുകളുടെ ഘടനാപരമായ വ്യതിയാനങ്ങൾ ചെറുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ ഗുണം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ആരോഗ്യമുള്ള സെല്ലുകളെ നമ്മുടെ ശരീരത്തിന് സമ്മാനിക്കാനും ധർമ്മം ചെയ്യുന്ന, ധാർമ്മികതയിൽ ഊന്നി നിൽക്കുന്ന സെല്ലുകളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനും അതിന്റെ ഫലമായി അവയവങ്ങളുടെ പ്രവർത്തനത്തെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനും
അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ സിസ്റ്റങ്ങളെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനൊരു അവസ്ഥയിലേക്കും എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ഇതില് സ്റ്റം സെല്ല് നമ്മൾ ഉപയോഗിക്കേണ്ടത് സാധാരണഗതിയിൽ 5 ഗ്രാം വീതം 2 നേരം, ചില കേസുകളിൽ നമുക്ക് 10 ഗ്രാം വീതം 2 നേരം കഴിക്കാം. ഭക്ഷണശേഷം ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലോ നമുക്ക് അതൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പൗഡർ ഫോമാണ്, അതൊന്ന് കലക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഒരു അര ഗ്ലാസ് വെള്ളമാണെങ്കിൽ മതി, അല്ലെങ്കിൽ കുറച്ചധികം ആയാലും കുഴപ്പമൊന്നുമില്ല. അര ഗ്ലാസ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. 5 ഗ്രാം 2 നേരം അല്ലെങ്കിൽ 10 ഗ്രാം 2 നേരം, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യകതയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. പ്രധാനമായിട്ടും ഇഞ്ചുറി റിക്കവറിക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരും. ഇഞ്ചുറി എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മുറിവുകൾ ഉണ്ടാവുക, പലതരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടാവുക, അപകടം ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് റിക്കവറിക്ക് ഇത് സാധ്യമാകുന്നു. ഫാറ്റിഗ്, അത് ക്രോണിക് ഫാറ്റിഗ് എന്ന് പറയുന്ന അവസ്ഥ, ക്ഷീണാവസ്ഥ, എപ്പോഴും ക്ഷീണം ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്നും മോചനം കൊടുക്കുന്നു, ഊർജ്ജസ്വലത കൊടുക്കാൻ സഹായിക്കുന്നു. ജോയിന്റ് സപ്പോർട്ടീവ് ആണ്. ജോയിന്റിന് ഉണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ പിന്നെ ആർത്രൈറ്റിസിന്റെ പ്രശ്നങ്ങൾ, ജോയിന്റ് പെയിനുകൾ, ഇതിനൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാനും ജോയിന്റിന് സ്ട്രെങ്ത് കൊടുക്കാനും സഹായിക്കുന്നു. മറ്റൊന്നുള്ളത് എൻഹാൻസസ് സെല്ലുലാർ റിപ്പയർ ആൻഡ് റീജനറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, സെല്ലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, അവിടുത്തെ പ്രതിസന്ധികളെ, അവിടുത്തെ ഡാമേജിനെ റിപ്പയർ ചെയ്യാനും സെല്ലുകളുടെ റീജനറേഷൻ, പുനരുജ്ജീവനം ഉറപ്പുവരുത്താനും സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സ്ലോ ഡൗൺ സൈൻസ് ഓഫ് ഏജിങ്. ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സിങ്ങിനെ പതുക്കെ ആക്കാൻ സഹായിക്കും. ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സിങ്ങിനെ ഇപ്പൊ ചില ആളുകൾ അറിയാൻ പറ്റും, ഒരു 30 വയസ്സേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ 40 വയസ്സേ ഉണ്ടായിരിക്കുള്ളൂ, കണ്ടാൽ 60 തോന്നിക്കും. ചില ആളുകള് 50 ഉണ്ടായിരിക്കുള്ളൂ, കാണുമ്പോൾ 30 തോന്നിക്കും. അതിന്റെ ഒക്കെ ഒരു കാരണം എന്താണെങ്കിൽ ഈ സെൽ ഡാമേജ് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൽ ഡാമേജ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സിങ്ങിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ സ്ലോ ആക്കുകയും ചെയ്യുന്നു. ആ ഒരു പ്രക്രിയയെ സ്ലോ ആക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു എനർജി എപ്പോഴും കീപ്പ് ചെയ്യാനും യൗവനത്തിന്റെ പ്രസരിപ്പും ഊർജ്ജസ്വലതയും അതിന്റെ എല്ലാ സൗകുമാര്യതയും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ സ്ട്രെങ്തൻസ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഓവറോൾ വിറ്റാലിറ്റി. നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും ബോഡിയുടെ ഓവറോൾ വിറ്റാലിറ്റിയെ, മൊത്തത്തിലുള്ള നമ്മുടെ വൈറ്റാലിറ്റിയെ ഉദ്ദീപിപ്പിക്കാനും സ്ട്രെങ്തൻ ചെയ്യാനും, വിഗർ കൊടുക്കാനും, വിറ്റാലിറ്റി കൊടുക്കാനും, സ്ട്രെങ്ത് കൊടുക്കാനും, സ്റ്റാമിന കൊടുക്കാനും, ഊർജ്ജസ്വലത കൊടുക്കാനും, സൗന്ദര്യം കൊടുക്കാനും ഒക്കെ തന്നെ ഈ ട്രിപ്പിൾ സ്റ്റെം സെൽ ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ടൊക്കെ തന്നെ ട്രിപ്പിൾ സ്റ്റെം സെൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ഈ സ്റ്റെം സെൽ വിത്ത് പ്രോട്ടീനോട് കൂടിയിട്ട്, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതിന്റെ റിസൾട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉദരപ്രശ്നങ്ങളുള്ള, കുടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള, ദഹനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് മണിരായുടെ ട്രിപ്പിൾ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജോയിനിങ് പാക്കേജിലുണ്ട്. 4000 രൂപയുടെ പാക്കേജിൽ 2 ട്രിപ്പിൾ സ്റ്റെം സെൽ നമ്മുടെ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടാകട്ടെ, ഊർജ്ജത ഉണ്ടാകട്ടെ, നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടാകട്ടെ. അതിന് മണിരായ ആരോഗ്യപരമായും വ്യക്തിപരമായും സാമ്പത്തികപരമായും നമ്മളെ എപ്പോഴും പിന്തുണച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുക. ആ അവസരത്തിലൂടെ ജീവിതത്തിന്റെ സമ്പൽ സമൃദ്ധിയിലേക്ക് എല്ലാവരും കടന്നു വരിക. അതിന്റെ സന്തോഷം പങ്കിടാം. നമുക്ക് വീണ്ടും കാണാം. സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ സൺഡേ സൂം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് മണിരായ. ഗുഡ് നൈറ്റ്.